ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ബിരിയാണി ആക്കുന്നു കേട്ടോ. അപ്പോൾ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 3 ആൾ പോകുന്നുണ്ട് കേട്ടോ പോത്തട്ടിക്ക്. അപ്പോൾ ഇവിടുന്ന് സോപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സാധനം കുറച്ച് മഞ്ഞ പോലെ കേട്ടോ വീട്ടിലേക്ക് സാധനം കൊണ്ടുതരാറുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്ക് സാധനം വന്നു കേട്ടോ. ഇടാ എല്ലാം എടുക്കുന്നുണ്ട്. ചിക്കൻ അപ്പോൾ ഗൈസ് നമ്മൾ ബിരിയാണി ആക്കലായിട്ടോ. ഇവിടെ കോഴി കഴുകുന്നുണ്ട്. പിന്നെ ബിരിയാണി പീസ് കിട്ടോ അല്ലേ? ബിരിയാണി പീസ് ഫുള്ള് കടയി. അപ്പം നന്ദു ചേച്ചിയുടെ ചോറ് വയ്ക്കുന്നുണ്ട് കേട്ടോ സ്കൂളിൽ നിന്ന് വന്നിട്ട്. അപ്പം അമ്മയുടെ ഉള്ളി മുറിക്കുന്നുണ്ട് കേട്ടോ. മുറിക്കുന്നല്ല, തൊലിയിലെടുത്തിട്ട് വെച്ചു. അപ്പോൾ ഫ്രണ്ട്സ്, നാളെ നമ്മൾ ചലഞ്ച് വീഡിയോ വരും കേട്ടോ. മുട്ടായിയും അതെല്ലാം വെച്ചിട്ട് അതിനാണ് കേട്ടോ ഇന്ന് ഇത്ര വേങ്ങിയത്. അപ്പം അമ്മയുടെ മറ്റേ ഉള്ളി കുനുവിനായിട്ട് എരിഞ്ഞെടുക്കുന്നുണ്ട്. കുനുവിനല്ല, ബിരിയാണിക്ക് വേണ്ട. അങ്ങനെ നീരിൻ്റെ ആവശ്യമുണ്ടല്ലേ? ശ്രീജിത്ത് നമുക്ക് എന്തായാലും നോക്കിയിട്ട് വരും. കോഴി കവിറ്റായ അപ്പോൾ കോഴി കവിറ്റായിട്ടോ. അപ്പോൾ നമ്മുടെ കോഴി നിൽക്കുന്ന നെൽപ്പോട്ട് അപ്പം നമുക്ക് ഇനി ഉള്ളി കാഴ്ചെടുക്കാം കേട്ടോ. ബിരിയാണിയുടെ മീത്ത ലാസ്റ്റിടെ അല്ലേ? അപ്പോൾ ഇതിലേക്ക് എന്തോ ഒരു പേരില്ല, സൺഫ്ലവറിനെ പോലെ തന്നെ ഒരു എണ്ണ വയ്ക്കുന്നുണ്ട് അല്ലേ? സൺറിച്ച്. അപ്പോൾ ഉള്ളി കായ്ക്കാൻ വേണ്ടി തീരിട്ടു കേട്ടോ. അപ്പോൾ ഉള്ളി മുറിക്കുന്നോണ്ട് കണ്ണത് കത്തിയിട്ടേയല്ലപ്പാ. നമുക്ക് തന്നെ ഇറക്കി കൊടുത്തു. ചെറിയ കളറിനെ മാറുന്നുണ്ട്. ഇപ്പൊ വീഡിയോ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ലൈക്ക് ചെയ്യണം. നമുക്കിത് അടുക്കൊണ്ട് നോക്കാം. എല്ലാവരും ഓരോരു പണിയില്ല. 360. പിന്നെ ചിക്കൻ മസാല എടുക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം പൊരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓരോന്ന് കാഞ്ഞു പൈസ ഫ്രൈ ചെയ്തിട്ട് അല്ലേ? നമുക്ക് അങ്ങനെ വരും. എന്നിട്ട് ചേച്ചി കസാര വെച്ചു. ഉള്ളിയെല്ലാം അരിഞ്ഞു കേട്ടോ. വെളുത്തുള്ളി അരിയുന്നുണ്ട്. അത് ചേച്ചി ചോറ് വെച്ചിട്ട് വന്നു. അപ്പോൾ ഉള്ളി ബ്രൗൺ അല്ല, മറ്റേ ബ്രൗൺ അല്ല, ഇത് എനിക്ക് ബ്ലാക്കാ, എന്തോ കളറായി. എന്തോന്ന് എനിക്ക് പൊരിച്ചെടുക്കാം കേട്ടോ. ചേച്ചിയും വന്നു കേട്ടോ. അങ്ങനെ ചേച്ചി കരിയാമ്പിനെ കൊണ്ടുവരണം സഹായിക്കുന്നുണ്ട്.
അപ്പം നമുക്ക് ഇനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഇതേ എണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കഴിച്ച് നമുക്ക് കരിയാമ്പില മേടിക്കാൻ പോകാം കേട്ടോ. അങ്ങോട്ട് അതുണ്ടാവും, സൈക്കിൾ എടുത്തിട്ടുണ്ടാവും. അയ്യോ സൈക്കിളിൽ പോവാം. കരിയാമ്പ് അപ്പൊ അമ്മായി നമ്മളെ വീഡിയോ നോക്കുന്നുണ്ട് കേട്ടാണ്. നമ്മൾ പണ്ടത്തെ വീഡിയോ നോക്കുന്നുണ്ട്. അമ്മായിട്ട് നമ്മളെ വീഡിയോ നോക്കുന്നുണ്ട്. അപ്പൊ കരിയാമ്പ് കെട്ടോടെ ഉണ്ട് കേട്ടോ. ഇത് സൈക്കിളിൽ ഇറക്കി കൊടുക്കാം. അയ്യോ ഇത് പോണി. നമുക്ക് പോവാട്ടെ, തിരിച്ചു പോവാം. അയ്യോ ഇപ്പൊ ടേബിളിൽ കണിയെത്തി പോകണം. അപ്പൊ നമുക്ക് കരിയാമ്പ് മറ്റേ മണിക്കാകുമ്പോഴത്തേക്ക് ചിക്കനെല്ലാം ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത സാധനം മുറിക്കുന്നുണ്ട്. എന്തെന്ന് അതിന്റെ പേര് അറിയില്ല എനിക്ക് പറയാൻ. തക്കാളി ബട്ടർ ഞാൻ ആക്കില്ല. ചിക്കൻ നന്നായിട്ട് കാണാൻ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നീരുള്ളി മറ്റേ ഈ ബിരിയാണിയുടെ മസാല കണ്ടില്ല, അതിന് നീരുള്ളി കഴിക്കണം കേട്ടോ. ചമ്മന്തി കിട്ടിക്കൊണ്ടി ഒഴിക്കുന്ന മറിച്ചിടുന്നുണ്ട്. അത് മനസ്സിലായി. ചിക്കൻ അല്ലേ അത്യാവശ്യം അപ്പൊ നമ്മുടെ കോഴി കാഞ്ഞു വന്നു കേട്ടോ. തൊലി കഴിഞ്ഞു ബിരിയാണിയിലിടുമ്പോ തൊലിയോട് വല്ലോ മല്ലിച്ച. അപ്പൊ ഈ ചിക്കൻ ഇതിലേക്ക് മാറ്റി വെച്ചു കേട്ടോ. എനിക്ക് മുനിർച്ചാര വേന അല്ലേ നമ്മ സെക്കൻഡ് ട്രിപ്പല്ലേ ഉണ്ടായേ അടുപ്പില്ലേ ഇപ്പൊ അവിടെ കാണലില്ല. അപ്പൊ ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തു കേട്ടോ. ഏത് മൂടി ഏത് മൂടി ബിരിയാണി മൂടി ഏത് മൂട് ബിരിയാണി മൂട്. അപ്പൊ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂട്ടി നന്നായിട്ട് കാണണം. അപ്പൊ നമ്മൾ ചെറിയ കോഴി പീസ് എടുത്തിട്ടാ വെച്ചത് നിക്കലക്ക് ശരിയാണക്ക എല്ലാം വേണ്ടിട്ടോ. ഇവിടെ കച്ചമ്പറും ആക്കിട്ടോ. എന്നോട് ആരും പറഞ്ഞിട്ട് ആക്കുന്നു അന്ന് പറയണ്ടേ. അപ്പൊ ഇത് നല്ല പേസ്റ്റ് പരുവത്തിലാക്കണം കേട്ടോ. അപ്പൊ അരി കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനാ പറയത് ഒട്ടപാത്രം ഒട്ടപാത്രം
നല്ല പേസ്റ്റ് ആക്കി എടുത്തു കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഇട്ടെടുക്കാം നമുക്ക്. ആദ്യം തന്നെ മഞ്ഞൾത്തൂൾ, പിന്നെ ഇത് മുളടിയില്ലേ ചിക്കൻ മസാലയും വേണം കേട്ടോ. മഞ്ഞപ്പൊടി ഇട്ടു. ഇതെന്താണ് മതിയ കുരുമുളക് പൊടി ഇട്ടു. അപ്പം എല്ലാം ഇട്ടിട്ട് ഇളക്കണം. അപ്പം ഇതിലേക്ക് കാശ്മീരി ചില്ലി ഇടുന്നുണ്ട്. ദേവനന്ദി അല്ലേ? ഞാൻ സൈക്കിൾ എടുക്കട്ടെ ചേച്ചി. പ്ലീസ് പ്ലീസ് പിടി ആയിട്ടാണ്. നീ വാ, ഞാൻ അപ്പോഴത്തേക്ക് അടുത്തും. വരുന്നുണ്ട്. വാതിൽ പറഞ്ഞിട്ട് തന്നെ തയ്യാറെടുക്കാൻ പോകുന്നത്. ഇങ്ങനെ ഇരുട്ട് ലൈറ്റ് ഇടാം. അയ്യമ്മേ തൈര് എന്നിട്ട് കട്ടിക്ക് പോയി നോക്കില്ല. ഓ ലോക്ക് ഇടണ വേണ്ട പറഞ്ഞാൽ നമ്മൾ അതാണ്. അപ്പൊ നമുക്ക് ചേച്ചിനെ കടത്താം. ഞാൻ ആദ്യം മല്ലേ വന്നോണ്ട് അല്ലെങ്കിൽ അന്നെ കടത്താൻ നിൽക്കുകയ്യ. പാറിക്കൊണ്ട് പിരിഞ്ഞ് സ്റ്റാൻഡ് ഇട്ട് വെക്കാം. വാ ചെരുപ്പിടെ കിട്ടിട്ട് മഴയേറ്റ വന്നെങ്കിൽ കുളിച്ചുണ്ടാവും. വരുന്നു ഉണ്ടാക്കി അതിലേക്ക് തൈര് കഴിക്കുന്നുണ്ട്. മസാല പേസ്റ്റ്. അപ്പൊ ഇതിലേക്ക് മാഗി ക്യൂബ് ഇടണം കേട്ടോ. ഇതിലേക്ക് മസാല ഇടാം. ഞാൻ കുറച്ചിട്ട് ഉപ്പിട്ടിനെ നേരത്തെ നമ്മ ഫുൾ പ്രൊഫഷണലി അല്ലേ? അപ്പൊ പാത്രം എടുക്കാട്ടോ. അയ്യോ പിക്കാൻ കഴിയും. വാടാ അപ്പൊ ഇവിടെ ചോറാക്കുന്നുണ്ട് കേട്ടോ. അതിന് നെയ്യ് ഒഴിക്കുന്നുണ്ട്. അപ്പൊ ഇതിലേക്കല്ല നമ്മൾ ഇടുന്നേ മസാല ഗ്രാമ്പു തെച്ചുണ്ടാക്കി വർക്കറോ. അപ്പൊ ഇതിൽ കുറച്ച് ചിക്കൻ ഇട്ടു. അതിന് ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കണം കേട്ടോ. എല്ലാ ചിക്കനും ഇട്ടു. അപ്പൊ ഇതിലേക്ക് വെള്ളം കൂട്ടി കൊടുത്തു കേട്ടോ. അപ്പൊ മസാല ഫുള്ള് മിക്സ് ആയി വന്നു കേട്ടോ ചിക്കനോട്. ചോറിന്റെ വെള്ളം
കുറേ നേരത്തെ കഷ്ടപ്പാടുകളും ചിക്കനായി ചൂടില്ലല്ലോ. അയ്യോ നല്ല വാങ്ങണ്ട എന്തെങ്കിലും കൂടണം. അപ്പൊ ഇതിലേക്ക് മാഗി ക്യൂബ് ഇടുന്നുണ്ട്. അപ്പൊ ഇതിലേക്ക് അരി ഇടുന്നുണ്ട് കേട്ടോ. നല്ല തിളച്ചു വന്നു. അപ്പൊ നമ്മുടെ ചിക്കൻ്റെ അല്ല ബിരിയാണിയുടെ മസാല റെഡിയായി. അപ്പൊ ബിരിയാണിയുടെ മസാല ആയിട്ടോ. ഇനി നമ്മൾ ചോറിന് എല്ലാവരും കാത്തിക്കുന്നത് ചോറാവാൻ വേണ്ടിയിട്ട്. അപ്പൊ മൂത്തും ഉണ്ട് കേട്ടോ. അപ്പൊ നല്ല പാര കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പൊയ്യെല്ലാം അങ്ങനെ ഉണ്ട്. അപ്പൊ ചോറിന്റെ വെള്ളം ഏകദേശം വറ്റിട്ടോ. അപ്പൊ ചോറ് വന്നു കേട്ടോ. അതിന് കുറച്ച് നെയ്യ് ഇടുന്നു. ഇതിലേക്ക് മല്ലിയില ഇടുന്നുണ്ട് കേട്ടോ. നീരുള്ളി വെള്ളം വിടാം അല്ലെങ്കിൽ കളർ. അപ്പൊ ഇതിലേക്ക് മഞ്ഞപ്പൊടിയും പാലും കലക്കിയിട്ട് വയ്ക്കുന്നു കേട്ടോ. നല്ല കളറിന്. നാച്ചുറൽ അല്ലേ. അപ്പൊ ചോറായി. എന്റെ വീട്ടിൽ എന്തെങ്കിലും വെയിറ്റ് എടുത്തേക്ക്. ഷുട്ടിക്കൽ തത്യാ ബൈ വൈസി ഇവന് കുളിച്ചിട്ട് തിന്നാ നമുക്ക്. അപ്പൊ നമ്മ കുളിച്ചിട്ടെല്ലാം വന്നു കേട്ടോ. ചേച്ചി നേരത്തെ കുളിച്ചിട്ടുണ്ടായി. അപ്പൊ നമുക്കിനി ദമ്മ് പൊട്ടിക്കാം. തുറന്നോളൂ. ഹായ് വാ ബിരിയാണി. അപ്പൊ ഇത് രണ്ടേ മിക്സ് ആക്കിട്ടല്ലേ ഇടുന്നത്. അതിന് നമുക്ക് ആദ്യം മറ്റേ ഉള്ളി കാഴ്ച വെച്ചത് ഇട്ട് കൊടുക്കാം ടേലത്തേക്ക്. ഇടുമ്പോ അതിന്റെ സ്റ്റൈൽ വന്നു അല്ലേ. നമ്മള് ബിരിയാണി ആയിട്ടോ. എല്ലായി ഇലയും മുറിച്ചു, അച്ചാർ വെച്ചു. അപ്പൊ നമ്മുടെ ചിക്കന്റെ മസാല റെഡി. ഇതാക്കി തരണം. അന്ത് ചേച്ചിയുടെ അതിസാഹസ്യമായി അച്ചാറിട്ടൂട്ടത്തേക്ക് നമുക്ക് തിന്നാനേ. അറിയില്ല. അപ്പൊ ഇതെല്ലാം ഇവിടെ കൊണ്ടുവച്ചു കേട്ടോ. അപ്പൊ ഇതിൽ വെള്ളം പാടേന് മസാല വെച്ച് ഇനി കുറച്ച് ചോറ്. ഇതിലേക്ക് ചോറ് വെക്കാൻ അയ്യ വീഡിയോ വെക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇത്ര അപ്പൊ അച്ചാറും വെക്കുന്നുണ്ട് കേട്ടോ. ചേച്ചി എടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാരും ഇവിടെ ചോറെല്ലാം തിന്നോക്കറാതി തിന്നേ. വാങ്ങണ്ട അനു തിന്നോക്കാറോ? അനു ടേസ്റ്റ് നോക്കൂ. ടേസ്റ്റ് വാങ്ങണ്ട. ബാലമാമ വാങ്ങണ്ട. തിന്നോക്കാറോ? വാങ്ങണ്ട. താത്ത ചേച്ചി വാങ്ങണ്ട. അപ്പൊ കഴിച്ച് നേരത്തെ ആക്കിയത് നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോഴും നന്ദി ചേച്ചി ടേസ്റ്റ് നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയുണ്ട്. വേഗം
കുറച്ച് ഗ്രേവി ചിക്കൻ അച്ചാറ് അച്ചാറ് എല്ലാം കൂട്ടിയിട്ട് ഞാൻ എടുക്കാം. കൊടുക്കാം. ഹൈവാ ഹൈവാ എല്ലാം ഉണ്ട്. അപ്പൊ ഇവര് രണ്ടാളും എടുത്തു കേട്ടോ. അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് സി അങ്ങനെ മക്കളുടെ പകുതി ആയിരുന്നു. അപ്പൊ എല്ലാവർക്കും തോന്നിട്ടായിട്ടോ. അപ്പൊ സുഹൃത്തപ്പനുണ്ട് വയ്ക്കാൻ നമ്മൾക്ക് ഇതല്ലടാ എടുക്കുന്നുണ്ട്. ഓ ക്ഷീണം വന്നു പറഞ്ഞു സുഹൃത്തപ്പൻ വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ഒരാൾ നമ്മളെ വീഡിയോ ടി വിയിൽ നോക്കുന്നുണ്ട് കേട്ടോ. ഹേയ് അതാരാ ഇത്? ഇതാ ഞാനിടേ നെയിം മീറ്റിംഗ് ചാലഞ്ച് വീടാ ഞാൻ എൻ്റെ പേര് നെയിം മീറ്റിംഗ് ചാലഞ്ച്. ഇതാര് ഏത് യൂട്യൂബർ? ഹലോ ഫ്രണ്ട്സ്, അപ്പൊ ഇന്ന് നമ്മൾ നമ്മുടെ ഹലോ ഫ്രണ്ട്സ് അപ്പൊ അപ്പൊ ഇന്നത്തെ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ അടുത്ത വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ.